വീട്ടിലെ ഗ്യാസ് തീരാറായെന്ന് സിഗ്നൽ തന്നതുകൊണ്ട് ഇന്ന് ഞാൻ ചോറ് വെച്ചത് ഇൻഡക്ഷൻ കുക്കറിലാണ്. പെട്ടെന്ന് വേഗം അരി ആയതുകൊണ്ട് അധിക നേരം അങ്ങനെ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കേണ്ടി വരത്തില്ല. അങ്ങനത്തെ അരി ഇടാനുള്ള വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ കുറച്ച് അവിയൽ വെക്കാനായിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ അങ്ങ് എടുത്തിട്ടുണ്ട്. അവിയലിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെള്ളം തിളച്ചത് കൊണ്ട് അതിനിടയിൽ അരിയും കൂടെ കഴുകിയും കിട്ടും. ഇന്ന് ഞാൻ കുറച്ച് എളുപ്പ പണിക്ക് ഈ ഒരു അവിയൽ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അവിയൽ വെക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പം അതിനൊരു ചേച്ചി വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ലോകത്ത് ഒരുപാട് പാചകക്കാരുണ്ടെന്ന് ഓർക്കണം, അവിയലിലാരാ പുളി ഒഴിക്കുന്നത്, ഇങ്ങനെ ആരാ അവിയൽ വെക്കുന്നത്, അവിയൽ വെക്കാൻ അറിയത്തില്ലെങ്കിൽ ഇങ്ങനെ വെക്കരുത് എന്നൊക്കെയായിരുന്നു ചേച്ചിയുടെ കമന്റ്. ഞാൻ അവിയലിൽ പുളി പിഴിഞ്ഞൊഴിച്ചതാണ് ചേച്ചിയുടെ പ്രശ്നം. അതിപ്പോ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലോ അവിയൽ വെക്കുന്നത്. ചില ആൾക്കാർ അവിയലിൽ പുളിക്ക് വേണ്ടിയിട്ട് തൈര് ചേർക്കാറുണ്ട്, തക്കാളി ചേർക്കാറുണ്ട്, പിന്നെ മാങ്ങയും ചേർക്കാറുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ഇവിടെ മാങ്ങ ചേർക്കുന്നത് ചക്കയൊക്കെ ഇട്ട് അവിയൽ വെക്കുന്ന സമയത്താണ്. ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ കഴിച്ചിട്ടുള്ളതും ഇതേപോലെ വാളംപുളി പിഴിഞ്ഞൊഴിച്ചിട്ടുള്ള അവിയൽ തന്നെയാണ് കേട്ടോ. എന്റെ അമ്മയാണെങ്കിലും എന്റെ അമ്മായിമ്മയാണെങ്കിലും ഇതേപോലെ ഈ ഒരു രീതി തന്നെയാണ് അവിയൽ വെക്കുന്നത്. അത് കണ്ട് പഠിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനും ചെയ്യുന്നത്. ചേച്ചി പറഞ്ഞതിനുള്ള മറുപടി കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് അവിയൽ വെക്കുന്നതെന്ന് കമന്റ് ചെയ്യണേ.